ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോക്കനട്ട് ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കോക്കനട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട്. ആദ്യം അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. നെയ്യൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കാഷ്നട്ടോ റൈസിൻസും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കുക. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് റൈസിൻസാണ് എടുത്തിട്ടുള്ളത്. സാധാ റൈസിൻസ് വേണമെങ്കിലും എടുക്കുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വലിയ കേക്കിൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേഞ്ച് വരുത്തുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വേണം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട 4 എണ്ണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ കോഴിമുട്ടയിലേക്ക് പാൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലിയ കേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളെ പാത്രത്തിനനുസരിച്ചിട്ട് സാധനങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് ഈ പാലും കോഴിമുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതൊന്ന് നെയ്യ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ബ്രെഡ് പാലും കോഴിമുട്ടയും വെച്ച മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പാനിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഈ പാത്രം ഫുള്ളായിട്ട് ബ്രെഡ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ക്യാപ്പൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. ചെറിയ ബ്രെഡ് പീസൊക്കെ എടുത്തിട്ട് ക്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പാത്രത്തിന് ചുറ്റോറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിതിൻ്റെ മേലെ വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ തേങ്ങയും നട്ട്സും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടിവശം ചെയ്ത പോലെ തന്നെ മേൽവശത്തും ബ്രെഡ് പാലിലും കോഴിമുട്ടയിലും ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുക കേട്ടോ. നമ്മളിതിൻ്റെ എരിവുള്ള ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ സമയത്ത്. അപ്പോൾ അതിൽ നമ്മൾ ഇറച്ചിയുടെ ഫില്ലിങ്ങാണ് വെക്കുന്നത്. ഇതിൽ നമ്മൾ മധുരമാണ് വെക്കുന്നത്. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന പാലും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയാവും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഫ്രൈ പാൻ എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനിലേക്ക് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ കോക്കനട്ട് ബ്രെഡ് കേക്ക് കരിയാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേൾക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്